ഇന്ന് ഞാന് കാണിക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ട്ടോ. ഉപ്പുമാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തി. ഇതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ, തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, കാന്താരിമുളക് ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. ഇതൊരു മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കേട്ടോ. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. വേണ്ടവർക്ക് നോക്കിയിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പുമാങ്ങയിൽ കുറച്ച് കൂടുതൽ കേട് വരാതിരിക്കാൻ ഉപ്പ് കൂടുതൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ മാങ്ങയും നമുക്ക് എപ്പളും കിട്ടൂല. ഈ ഉപ്പുമാങ്ങ ആവുമ്പോ നമുക്ക് 1 വർഷം വരെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും മാങ്ങന്റെയൊക്കെ കാലം വരുമ്പോ എന്ത് ചെയ്യുക, ഉപ്പിലിട്ട മാങ്ങ സൂക്ഷിച്ച് വെക്കുക. എപ്പോ വേണമെങ്കിലും നമുക്ക് മാങ്ങാ ചമ്മന്തി വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. നമ്മള് ചോറ് ഒരുപാട് ചോറ് തിന്നും ട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അതുപോലെ തന്നെ നമുക്കിനി നോമ്പാണ് വരാൻ പോണത്. ഈ ഒരു നോമ്പിന് നമ്മൾ ജീരകക്കഞ്ഞിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.